നോർമലി എല്ലാവരും രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ബാത്റൂമിലാണ് പോവുക ചെയ്യുന്നത് അല്ലേ? പക്ഷെ ഞാൻ നേരെ തിരിച്ചാ കേട്ടോ. എനിക്ക് ജോലിയുള്ള ദിവസമാണെങ്കിൽ ഞാൻ നേരെ എഴുന്നേറ്റ് ഈ ഫ്രിഡ്ജിനകത്തോട്ട് കയറും. ഫ്രിഡ്ജിൽ നിന്ന് നേരെ പാലെടുത്തുകൊണ്ട് വന്നിട്ട് അടുക്കളയിൽ ചെന്ന് പാൽ അടുപ്പത്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബാത്റൂമിൽ പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രയും കൂടെ സമയം ലാഭിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ബിക്കോസ് ഞാൻ രാവിലെ ബാത്റൂമിലൊക്കെ പോയി ഫ്രഷൊക്കെ ആയി ക്ലീനായിട്ട് വന്നിട്ടാണ് നേരെ അടുക്കളയിൽ കയറുന്നത്. അത്രയും കൂടി എനിക്ക് സമയം നഷ്ടമാവും. ജോലി ഉള്ളപ്പോൾ ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. സോ അപ്പം തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റു, പാലിട്ടു. ജേഡുവിന് രാവിലെ ചായ കുടിക്കുന്നത് ഇഷ്ടം. അപ്പോൾ ചായ തന്നെ ഇടും രാവിലെ. കാരണം സ്കൂളിൽ പോകുന്നതിന് മുമ്പ് അവൻ ആകെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടാണ് പോകുന്നത്. അങ്ങനെ ചായയൊക്കെ ഇട്ടു. ഇപ്പം ചായ ഇട്ടൊക്കെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് തോന്നും ആദ്യം വെള്ളം തിളച്ചിട്ടല്ലേ ചായപ്പൊടി ഇടുന്നത്, അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ പാലിടുന്നതെന്നൊക്കെ. അങ്ങനെയൊന്നും നിങ്ങൾ യുക്തി വെച്ച് ചിന്തിക്കുകയേ വേണ്ട. ഇതൊന്നും ചെയ്യാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഇതെല്ലാം കൂടെ ഞാൻ ഒന്നിച്ചിട്ടിട്ടാണ് ചായയൊക്കെ ഉണ്ടാക്കുന്നത്. എങ്ങനെയോ ഒരു തട്ടിക്കൂട്ടൽ എന്ന് പറയാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ജോലിക്ക് പോകുന്നതിനും എനിക്ക് സകലമാന പണിയും തീരണം. സോ അതിനു മുമ്പുള്ളൊരു തട്ടിക്കൂട്ടലുകളാണ് ഈ കാണുന്നത്. സാധാരണ ചിലരൊക്കെ ജോലിക്ക് മുമ്പ് തന്നെ തലേദിവസം രാത്രി തന്നെ ഇതെല്ലാം ചെയ്തു വെക്കും അല്ലേ? പക്ഷേ എനിക്ക് തലേദിവസം രാത്രി തന്നെ ഇത് ചെയ്തു വെക്കാൻ ഇഷ്ടമില്ല. രാവിലെ ചെയ്യുന്നത് തന്നെ ഇഷ്ടം. ഈ കാണിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ വിചാരിക്കും, ഞാൻ സവോള അരിക്കുന്നതാണ് കാണുന്നത്. എനിക്ക് സവോള അരിയുമ്പോൾ എപ്പോഴും എൻ്റെ കണ്ണ് ഭയങ്കരമായിട്ട് നീറും, ഭയങ്കരമായിട്ട് ഞാൻ കരയും. അപ്പോൾ സവോള അരിഞ്ഞപ്പോൾ ഉള്ള എന്താ പറയുന്നത് എൻ്റെ എക്സ്പ്രഷൻസാണ് ആ കണ്ടത് കേട്ടോ. ഈയിടെ റീസെൻ്റ്ലി ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലെല്ലാം കണ്ട് ഞാനൊരു റീല് കണ്ടു. അത് ശരിക്കും കണ്ടപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. സത്യം പറഞ്ഞാൽ ഉള്ള കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ റീൽ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അമ്മമാർ നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളോട് പറയല്ലേ, മക്കളെ നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, പഠിച്ചില്ലെങ്കിൽ ഏതെങ്കിലും ഒരു വീട്ടിലെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടേണ്ടി വരുമെന്ന്. ശരിക്കും പറഞ്ഞാൽ എന്തൊരു റോങ് സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. നമ്മൾ പഠിച്ചാലും പഠിച്ചില്ലെങ്കിലും നമ്മൾ എന്താണെങ്കിലും അടുക്കളയിൽ കിടന്ന് വല്ലവൻ്റെ അല്ല, നമ്മുടെ തന്നെ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടണം. ബിക്കോസ് നമ്മുടെ വയറ്റിലോട്ട് വല്ലതും പോണേ നമ്മൾ കഷ്ടപ്പെടുക തന്നെ വേണം അല്ലേ? അങ്ങനെ ഒരു വിധത്തിൽ അടുക്കളയിലെ പണിയെല്ലാം തട്ടിക്കൂട്ടി ഇനി ജഡുവിനെ വിളിക്കുക എന്നുള്ളതാണ് അടുത്ത ടാസ്ക്. ജഡുകൂട്ടൻ നല്ല ഉറക്കമാണ്. അങ്ങനെ ജഡുകൂട്ടനെ രാവിലെ കുത്തിപ്പൊക്കി ഇനി കുളിപ്പിക്കാനൊക്കെ കൊണ്ടുപോകണം. ഞാൻ ജഡുവിനെ എഴുന്നേൽപ്പിക്കുന്നതിന് മുമ്പ് ജഡുവിനുള്ള ചായ വരെ എടുത്ത് തണുപ്പിച്ച് വെക്കും കേട്ടോ. കാരണം കുളി കഴിഞ്ഞ ഉടനെ ജഡുവിനെ എടുത്ത് കുടിക്കാമല്ലോ, അല്ലാതെ ചൂടാണെന്നും പറഞ്ഞിട്ട് അവിടെ ഇരിക്കും. അങ്ങനെ കുറേ സമയം പോകും. അങ്ങനെ ജഡുവിനെ കുളിപ്പിക്കാൻ കയറ്റി ജഡു എഴുന്നേൽക്കുന്ന ഉടനെ നേരെ കുളിക്കാൻ കയറിക്കോളും കേട്ടോ. അങ്ങനെ ജഡു കുളിക്കുന്ന സമയത്ത് എനിക്ക് ബാക്കി കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാം. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു ഇന്ന് മസാല ദോശ ഉണ്ടാക്കാമെന്ന്. ജഡുവിന് രാവിലെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റാണ് കൊടുത്തു വിടുന്നത് എപ്പോഴും. അവർക്ക് ബ്രേക്കിൻ്റെ ഒരു ബ്രേക്കിൽ എന്താ പറയുന്നത്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അത് കൊടുത്തു വിടും. അപ്പോൾ ഇന്ന് മസാല ദോശ ഉണ്ടാക്കി കൊടുത്തു വിടാമെന്ന് വിചാരിച്ചു. കാരണം അവന് മസാല ദോശ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ മസാല ദോശയൊക്കെ ആ സമയം കൊണ്ട് സെറ്റാക്കി. അപ്പോൾ തന്നെ ജഡു കുളി കഴിഞ്ഞു. പിന്നെ ജഡുവിൻ്റെ തല തോർത്തി കൊടുത്താൽ മതി, ബാക്കിയൊക്കെ ഒന്ന് തന്നെ ചെയ്തോളൂ. പിന്നെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിക്കണം. അങ്ങനെ തലയെല്ലാം തോർത്തി ജഡുക്കുട്ടനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചതേ എല്ലാം സെറ്റാക്കി. ബാക്കി വീഡിയോ ഒക്കെ ഞാൻ കട്ട് ചെയ്ത് കേട്ടോ, കാരണം കുറേ സമയമുണ്ട്. അങ്ങനെ ജഡു ഒരുങ്ങി. ആ സമയത്ത് ഞാൻ ഒരുങ്ങിയെന്ന് പറയുന്നില്ല, ഞാൻ ഡ്രസ്സ് മാറി. കാരണം ജഡുവിനെ താഴെ സ്കൂൾ ബസ്സേ കൊണ്ടുപോകണം, തന്നെ കയറി പോകാറൊന്നും ആയിട്ടില്ല. അങ്ങനെ ജഡുവിൻ്റെ സ്കൂൾ ബസ് വന്നു, ജഡു കയറിപ്പോയി. ജഡുവിൻ്റെ സ്കൂൾ ബസ് ഞാൻ പറഞ്ഞില്ലേ 6:15 6:20 വരും. 6:20 നമ്മുടെ അവിടെ നിന്ന് എടുക്കും. അങ്ങനെ ജഡുവിനെ വിട്ടു. പിന്നെ ബാക്കി ഒരുങ്ങാമെന്ന് വിചാരിച്ചു. കാരണം എന്നാലും പിന്നെ നമ്മൾ വീട്ടിലിട്ട ഡ്രസ്സും കൊണ്ട് താഴോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സ്ക്രബ് സ്യൂട്ട് ഇട്ട് പോയത്. ഞാൻ മിക്കപ്പോഴും അങ്ങനെ തന്നെയാണ് പോകുന്നത്. പിന്നെ ഇനി എൻ്റെ ഒരുക്കങ്ങളാണ് ഞാൻ ജോലിക്ക് പോകുന്നതിന് മുമ്പുള്ള പുട്ടിയിടിയിൽ. ഇനി എനിക്ക് ഒരുങ്ങി പോകാനുള്ള സമയം മാത്രമേ ഉള്ളൂ. ഈ റൊട്ടീൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ജോലിയുള്ള ദിവസങ്ങളിൽ മാത്രം കേട്ടോ. അതല്ലെങ്കിൽ പിന്നെ ജഡുവിനെ വിട്ട് കഴിയുമ്പോൾ തന്നെ എൻ്റെ സകലമാന പണിയും തീരും. പിന്നെ ഞാൻ കിടന്ന് ഉറങ്ങുമോ അല്ലെ നടക്കാൻ പോവുകയൊക്കെയാണ്. പക്ഷേ ഇന്ന് ജോലി ഉള്ളതുകൊണ്ട് എനിക്ക് ഒരുങ്ങി പോയേ പറ്റുള്ളൂ. നിങ്ങൾ വിചാരിക്കും ജോലിക്ക് പോകുന്നതിന് ഇമ്മാതിരി മേക്കപ്പ് ഒക്കെ ഇടണമെന്നല്ലേ? നമ്മൾ ശീലിച്ച് പോയി എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഈ മേക്കപ്പ് ഒക്കെ ഇടുവാണ്. അപ്പം ഞാൻ ഒരുങ്ങിക്കഴിഞ്ഞു. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. ജഡുവിനെ ഞാൻ മസാല ദോശ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ഇഡലിയാണ് ഉണ്ടാക്കിയത്. ബിക്കോസ് എനിക്ക് ദോശയും മസാല ദോശയൊന്നും അത്ര വലിയ കാര്യമില്ല. മസാല ദോശ ഇഷ്ടമാണ് കേട്ടോ പുറത്തുനിന്ന് കഴിക്കാൻ. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന എല്ലാ ഫുഡും എനിക്ക് തന്നെ കഴിക്കാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് പിന്നെ എനിക്ക് ഇഡലി ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഇഡലി ഉണ്ടാക്കി. പിന്നെ ചമ്മന്തി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ എനിക്കുള്ള ഇഡലി എടുക്കണം. ഇഡലി മാത്രമല്ല എനിക്കുള്ള ഫുഡ് എടുക്കണം. കാരണം എനിക്ക് 12 hours ഷിഫ്റ്റ്. 12.5 hours വരും. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചക്കത്തെ ലഞ്ച്, പിന്നെ ഈവനിങ്ങിൽ ഞങ്ങളൊരു കോഫി ബ്രേക്ക് ഉണ്ട്. ഒരു കോഫി ഒന്നെങ്കിൽ ചിലപ്പോൾ മിൽക്ക് കൊണ്ടുപോകും, അതിൽ അതിൻ്റെ സ്നാക്സ് എന്തെങ്കിലുമൊക്കെ എടുക്കും. അങ്ങനെ എനിക്കുള്ള ഫുഡൊക്കെ ഞാൻ എടുത്തു. ഇപ്പോൾ ഇത് കണ്ടിട്ട് ഇനി ആരും പറയുന്നത് സ്ക്രബ് സ്യൂട്ട് ഇട്ട് ഞാൻ അടുക്കളയിൽ കയറിയെന്നൊക്കെ. പോകുന്നതിന് മുമ്പൊന്നും എല്ലാം എടുത്ത് വെക്കാൻ കയറിയെന്ന് വിളി. ഞാനിത് വെച്ച് കുക്ക് ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം. അങ്ങനെ എൻ്റെ സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് പാക്ക് ചെയ്തു. അങ്ങനെ എല്ലാം സെറ്റാക്കി ഞാൻ പോകുന്നതിന് മുമ്പ് പിന്നെ ഗ്യാസൊക്കെ ഓഫ് ചെയ്തോന്ന് നോക്കി തിരിച്ച് വെക്കേണ്ട സാധനങ്ങളൊക്കെ വെച്ചു. പാത്രം കുറച്ചുകൂടെ കിടപ്പുണ്ട്. എനിക്കൊരു പുള്ളിക്കാരത്തി, ഒരു പാർട്ട് ടൈം മെയ്ഡുണ്ട്. പുള്ളിക്കാരത്തി വന്നോളും. പുള്ളിക്കാരത്തി പാത്രമൊക്കെ കഴുകി വീടൊക്കെ ക്ലീൻ ചെയ്യാൻ വരും. കുക്കിംഗ് മാത്രം കുക്കിംഗ് ഞാൻ അവരെ ചെയ്യിപ്പിക്കാറില്ല കേട്ടോ. എന്നാലും നമ്മൾ ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ തീർക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ അടുക്കളയൊക്കെ ഒന്ന് സെറ്റാക്കി. പാത്രം കഴുകാൻ കിടപ്പുണ്ട് സിങ്കിൽ. ഇനി എൻ്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടച്ചപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയൊന്നും ഇല്ല കേട്ടോ. ജസ്റ്റ് പെർഫ്യൂം അടിച്ചാൽ മാത്രം മതി.
അതല്ലേ നമ്മൾ രാവിലെ ഈ ഒനിയനൊക്കെ അരിയുന്നതുകൊണ്ട് നമ്മൾ എത്ര കുളിച്ചാലും നമ്മളൊരു മണം കാണുമല്ലേ, നമുക്കറിയത്തില്ലെന്നേ ഉള്ളൂ. ഇനി ലാസ്റ്റ് എൻ്റെ ഗ്രീൻ ടീ. എൻ്റെ എക്സ്പ്രഷൻ കണ്ടോ, ഈ സിനിമയിലും എന്താ പറയുക നാടിനകത്തൊക്കെ മാത്രമല്ലല്ലേ ഗ്രീൻ ടീ കുടിക്കുമ്പോൾ ഹീറോയിൻ്റെ മുഖം നല്ല പ്രസാദിച്ചിരിക്കുന്നത്. ഒറിജിനൽ ഗ്രീൻ ടീക്ക് എനിക്കറിയത്തില്ല, വല്ലാത്തൊരു കയ്പാണ്. എൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി ലൈറ്റൊക്കെ ഓഫ് ചെയ്യണം, കബോർഡൊക്കെ അടച്ചോ കഥമൊക്കെ അടച്ചോ എന്നൊക്കെ നോക്കണം, ഗ്യാസ് ഓഫ് ചെയ്തോ എന്ന് നോക്കണം. അങ്ങനെ ഇങ്ങനെ ആക്രി പരിപാടികൾക്ക് പിന്നെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം അല്ലേ വരുള്ളൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞു, എല്ലാം ഞാൻ സെറ്റ് ചെയ്തു. ഇനി പ്രാർത്ഥനാ സമയം, നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഞാൻ എനിക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു, അങ്ങനെയല്ല കേട്ടോ. ഞാൻ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. സോക്സൊക്കെ ഇടണം, പോകണം, അത്രേ ഉള്ളൂ. ഞാൻ 6:45 കറക്റ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞില്ലേ എൻ്റെ ജോലി തുടങ്ങുന്നത് 7 o'clock ഡേ ഡ്യൂട്ടി 7 to 7, നൈറ്റ് ആണെങ്കിലും 7 to 7. അപ്പോൾ 6:45 ഇറങ്ങണം. നമ്മുടെ വീട്ടിൽ നിന്ന് നടന്നു പോകാനൊരു 10 മിനിറ്റ്, വണ്ടിക്കാണെങ്കിലും ഒരു 10 മിനിറ്റ്. സത്യം ഞാൻ നടന്നു പോകുന്ന എളുപ്പം. എന്നാലും ഇപ്പം ചൂടൊക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ ഞാൻ വണ്ടിക്കൊക്കെ പോയെന്ന് വരും. ഡിപ്പെൻസ് അപ്പോൺ ദ മൂഡ്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ. ഈ ക്ലോക്കിൽ ഇനി 7 വെറും 5 മിനിറ്റേ ഉള്ളെങ്കിലും 7:45 ആയതുകൊണ്ട് കണ്ടോ, വാച്ച സമയം കണ്ടോ. എനിക്ക് വേണ്ടി ഞാൻ എപ്പോഴും നമ്മുടെ റൂമിലെ ഹോളിലെയൊക്കെ ക്ലോക്ക് ഒരു 10 മിനിറ്റ് മുന്നോട്ട് വെച്ചേക്കും. കാരണം അങ്ങനെയാണല്ലോ. അങ്ങനെ എൻ്റെ ഡേ ഡ്യൂട്ടിക്ക് ഞാൻ ചെന്നു, പഞ്ച് ചെയ്ത് കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് ചെന്നോ, ഇല്ല, പെട്ടെന്ന് ചെയ്യുന്നു. വണ്ടിക്കായതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഇവിടം വരെ നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള പെർമിഷൻ ഉള്ളൂ. ഇതിനകത്തോട്ട് ഞങ്ങളുടെ ICU ആണ്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറി. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ പറഞ്ഞാൽ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. ഉച്ചയ്ക്കത് ഈ സാലഡായിരുന്നു ഞാൻ ഉണ്ടാക്കിയത് കേട്ടോ. എന്തോ ഞാൻ പയറൊക്കെ മുളപ്പിച്ച് അത് കഴിച്ചുകൊണ്ടാണെന്ന് എനിക്കൊന്നും ആയില്ല. പിന്നെ എനിക്ക് മറ്റുള്ളവരുടെ കൈ ഇട്ട് വാരി തരുന്ന ശീലമായതുകൊണ്ട് ഞങ്ങളുടെ ബീനച്ചേച്ചി എനിക്ക് വാരി തന്നു. ബീനച്ചേച്ചി കഴിച്ചുകൊണ്ടിരുന്നപ്പം ഞങ്ങളുടെ ഹോസ്പിറ്റലിലുള്ളവർക്കൊക്കെ എന്താണെന്ന് എന്നോട് വർക്ക് ചെയ്യുന്നവർക്കൊക്കെ എന്നോട് ഒരു പ്രത്യേക സ്നേഹമാണ്. ഇനി തല്ലുണ്ടാവാതിരിക്കട്ടെ. ഉച്ചയ്ക്ക് സാലഡ് കഴിച്ചത് കൊണ്ടും എനിക്ക് ഭയങ്കരമായിട്ട് വിശന്ന് വൈകുന്നേരം ആയപ്പോൾ കോഫി ബ്രേക്കിന് മുമ്പ്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ബക്കാലയിൽ പോയി ഒരു ജ്യൂസും ഒരു കിറ്റ്കാറ്റും വാങ്ങിച്ചു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ച് വൈകുന്നേരം പഞ്ചൗട്ടും ചെയ്ത് ജോലിയെല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നു കഴിയുമ്പോൾ കാണുന്നൊരവസ്ഥ ഇതുകൊണ്ട് എൻ്റെ കൺട്രോളും ഇത് കാണുമ്പോൾ നമ്മൾ ഫുഡെല്ലാം കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറുക്കം കഴിച്ചാണ് ഈ നൂഡിൽസ്. അവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ജെഡുവിന് എന്തെങ്കിലും കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ചത് കണ്ടു. ഇത് ഹാർട്ടാണ് കേട്ടോ. ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? ഹാർട്ടും ലിവറും കൂടെ ഞാനിട്ട് റോസ്റ്റ് ചെയ്താൽ. പിന്നെ കൂണുണ്ടായിരുന്നു, ഞാൻ അവന് ചോറ് ഉണ്ടാക്കി കൊടുത്തു, ചോറും കറിയൊക്കെ. ഞാൻ പക്ഷേ ഈ ഒരു മാങ്കോയിലോ നിർത്തി. ഡിന്നർ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല വൈകുന്നേരം ഞാൻ വലിയ ഹെവി കഴിപ്പൊന്നുമില്ല. പിന്നെ ജേടുകൂട്ടിന് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അങ്ങനെ പഠിത്തം എല്ലാം കഴിഞ്ഞ് ഞാനും ജേടും കിടക്കാൻ കയറി. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഗുഡ് നൈറ്റ്.